എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, വർഷങ്ങൾക്കു മുമ്പ് ഞാൻ ആഴത്തിൽ ബഹുമാനിച്ചിരുന്ന ഒരു വൈദികനെ അറിയാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഒരു ദിവസം വിളിയും ശിഷ്യത്വത്തെയും കുറിച്ചുള്ള ഒരു ലളിതമായ സംഭാഷണത്തിനിടയിൽ അദ്ദേഹം തന്റെ യാത്രയുടെ ഒരു ഭാഗം എന്നോട് പങ്കുവച്ചു. ഒരു യുവ സെമിനാരി വിദ്യാർത്ഥിയായിരിക്കെ അദ്ദേഹത്തിന്റെ ചില സഹപാഠികൾ കഠിനവും വേദനാജനകവുമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. പലരും മൗനം പാലിച്ചു, പരിണതഫലങ്ങളെ ഭയന്ന്. ഞാൻ മിണ്ടാതിരുന്നാൽ എന്റെ ഭാവി സുരക്ഷിതമായിരിക്കും. എന്നാൽ ഈ സെമിനാരി വിദ്യാർത്ഥി മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. ശബ്ദമില്ലാത്തവരുടെ കൂടെ അദ്ദേഹം നിന്നു. അത് എളുപ്പമുള്ള തീരുമാനമായിരുന്നില്ല. ത്യാഗങ്ങളിലും നിരാശകളിലും വൈദികനാകാനുള്ള സ്വപ്നം സഫലമാകുന്നതിനു മുമ്പ് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നതിലും അതിന്റെ വില നൽകേണ്ടി വന്നു. അദ്ദേഹം തന്റെ കഥ പറഞ്ഞു തീർന്നപ്പോൾ ഒരു ചോദ്യം എന്റെ ഹൃദയത്തിൽ അവശേഷിച്ചു. എല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളപ്പോൾ പോലും ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം ഒരാൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? ലോകത്തിന്റെ ഉത്തരം ലളിതമാണ്: സ്വയം സംരക്ഷിക്കുക, സ്വന്തം ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക, കുഴപ്പങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, സമയമുള്ളപ്പോൾ തന്നെ പിന്മാറുക. എന്നാൽ സുവിശേഷത്തിന്റെ ഉത്തരം വ്യത്യസ്തമാണ്. സ്നേഹം നിലനിൽക്കുന്നു. ഇത് കാൽവരിയുടെ കുരിശിന്റെ ചുവട്ടിലേതിനേക്കാൾ മനോഹരമായി മറ്റെവിടെയും നാം കാണുന്നില്ല. ഇന്നത്തെ സുവിശേഷം നമ്മെ ഒരു കൊട്ടാരത്തിലേക്കോ സിനഗോഗിലേക്കോ കൊണ്ടുപോകുന്നില്ല. അത് നമ്മെ കാൽവരിയിലേക്ക് കൊണ്ടുപോകുന്നു. ആകാശം ഇരുണ്ടിരിക്കുന്നു. ഭൂമി വിറയ്ക്കുന്നു. ചുറ്റികയുടെ ശബ്ദം ഇല്ലാതായി, പക്ഷേ മുറിവുകൾ ബാക്കിയാണ്. ദിവസങ്ങൾക്കു മുമ്പ് ഹോശാന്ന എന്ന് ആർത്തുവിളിച്ച ജനക്കൂട്ടം അപ്രത്യക്ഷമായി. അവന്റെ അത്ഭുതങ്ങൾ കണ്ട പലരും എവിടെയും കാണാനില്ല. ഒരിക്കലും വിട്ടുപോകില്ലെന്ന് വാഗ്ദാനം ചെയ്ത ശിഷ്യന്മാർ ഭയന്ന് ചിതറിപ്പോയി. പത്രോസ് അവനെ തള്ളിപ്പറഞ്ഞു. യൂദാസ് അവനെ ഒറ്റിക്കൊടുത്തു. പ്രത്യാശ തന്നെ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നതുപോലെ. പിന്നെ ഏതാണ്ട് നിശബ്ദമായി വിശുദ്ധ യോഹന്നാൻ നമ്മോട് ഇത്ര ലളിതമായ ഒരു കാര്യം പറയുന്നു: അതിന്റെ മഹത്വം നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. യേശുവിന്റെ കുരിശിനരികെ അവന്റെ മാതാവ് നിന്നിരുന്നു. എത്ര മനോഹരമായ വാക്ക്! മറിയം പടയാളികളോട് തർക്കിച്ചെന്നോ ക്രൂശീകരണം തടയാൻ ശ്രമിച്ചെന്നോ കരഞ്ഞെന്നോ പോലും യോഹന്നാൻ നമ്മോട് പറയുന്നില്ല. അവൾ എവിടെയായിരുന്നു എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. അവൾ അവിടെയായിരുന്നു. അവൾ നിലനിന്നു. ചിലപ്പോൾ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രവൃത്തി അസാധാരണമായ എന്തെങ്കിലും ചെയ്യുകയല്ല, അത് വെറും വിട്ടുപോകാതിരിക്കുകയാണ്. മറിയത്തിന് തന്റെ പുത്രന്റെ കൈകളിൽ നിന്ന് ആണികൾ എടുത്തുകളയാൻ കഴിഞ്ഞില്ല. രക്തം ഒഴുകുന്നത് തടയാൻ അവൾക്ക് കഴിഞ്ഞില്ല. ജനക്കൂട്ടത്തിന്റെ അപമാനങ്ങൾ നിശബ്ദമാക്കാനോ അവന്റെ വേദന കുറയ്ക്കാനോ അവൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ അവന്റെ അരികിൽ നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞു. അവനെ സ്നേഹിക്കാൻ കഴിഞ്ഞു. നിലനിൽക്കാൻ കഴിഞ്ഞു. ഇതായിരിക്കാം സ്നേഹത്തിന്റെ ഏറ്റവും ആഴമേറിയ നിർവചനം. അത് പറയുന്നതുകൊണ്ടല്ല, മറിച്ച് അത് എവിടെ നിലകൊള്ളുന്നു എന്നതിനെക്കൊണ്ടാണ് അളക്കുന്നത്. എന്നാൽ മറിയത്തിന്റെ ദുഃഖം കാൽവരിയിൽ ആരംഭിച്ചതല്ല. 33 വർഷങ്ങൾക്കു മുമ്പ് ഷിമിയോൻ എന്ന വൃദ്ധൻ ഒരു യുവ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി, അവളുടെ കൈകളിലെ ശിശുവിനെ അനുഗ്രഹിച്ച് അവളുടെ നേരെ തിരിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ജീവിതകാലം മുഴുവൻ പ്രതിധ്വനിച്ചു. നിന്റെ സ്വന്തം ഹൃദയത്തിലും ഒരു വാൾ തുളച്ചുകിടക്കും. ഒരുപക്ഷേ മറിയത്തിന് അന്ന് ആ വാക്കുകൾ പൂർണ്ണമായി മനസ്സിലായിരുന്നിരിക്കില്ല. അവൾ അവയെ തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു, അത്രമാത്രം. എന്നാൽ കടന്നുപോയ ഓരോ വർഷത്തിലും ആ വാൾ കൂടുതൽ ആഴത്തിൽ തുളച്ചുകയറി. യേശുവിനെ തെറ്റിദ്ധരിച്ചപ്പോൾ, ജനങ്ങൾ അവനെ തള്ളിക്കളഞ്ഞപ്പോൾ, മതനേതാക്കന്മാർ അവനെതിരെ ഗൂഢാലോചന നടത്തിയപ്പോൾ, സ്വന്തം നാട് അവനിൽ വിശ്വസിക്കാൻ വിസമ്മതിച്ചപ്പോൾ, ഇപ്പോൾ കുരിശിന്റെ ചുവട്ടിൽ ആ പ്രവചനം അതിന്റെ പൂർണ്ണതയിലെത്തി. ആ വാൾ ഇരുമ്പിന്റേതായിരുന്നില്ല, അത് സ്നേഹത്താൽ നിർമ്മിതമായിരുന്നു. ഒരമ്മയും തന്റെ കുഞ്ഞ് മരിക്കുന്നത് കാണേണ്ടി വരരുത്. എന്നിട്ടും മറിയം നിലനിന്നു. അവൾ ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല, പ്രത്യാശ കൈവിട്ടില്ല, വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടില്ല. 33 വർഷങ്ങൾക്കു മുമ്പ് നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചെയ്തുപോലെ അവൾ തന്നെ പിതാവിന് സമർപ്പിച്ചു. ഇതായിരിക്കാം മറിയം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. വിശ്വാസം എപ്പോഴും വേദനയെ നീക്കം ചെയ്യുന്നില്ല, അതിനുള്ളിൽ എങ്ങനെ വിശ്വസ്തരായി തുടരാമെന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം നമ്മെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുരിശുകളും അവൻ നീക്കം ചെയ്യുമെന്ന് പലരും കരുതുന്നു. എന്നാൽ കാൽവരിയിലേക്ക് നോക്കൂ. പിതാവ് തന്റെ പുത്രന്റെ കുരിശ് നീക്കം ചെയ്തില്ല, അതിനെ ലോകത്തിന്റെ രക്ഷയാക്കി മാറ്റി. ദൈവം എപ്പോഴും നമ്മുടെ കുരിശുകൾ നീക്കം ചെയ്യുന്നില്ല, എന്നാൽ അവ ഒറ്റയ്ക്ക് ചുമക്കാൻ അവൻ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. അവൻ നമ്മോടൊപ്പം നടക്കുന്നു. മറിയവും നമ്മോടൊപ്പം നടക്കുന്നു. പിന്നീട് വേദപുസ്തകത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ നിമിഷങ്ങളിലൊന്ന് വരുന്നു. യേശു കുരിശിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, തന്റെ അമ്മയെ കാണുന്നു, പ്രിയ ശിഷ്യനെ കാണുന്നു, എന്നിട്ട് പറയുന്നു: സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. പിന്നെ ഇതാ നിന്റെ അമ്മ.
ഇത് മരണാസന്നനായ ഒരു പുത്രന്റെ അവസാന ആഗ്രഹം മാത്രമായിരുന്നില്ല, യേശു സഭയ്ക്ക് നൽകിയ അവസാന സമ്മാനമായിരുന്നു ഇത്. അവന്റെ കുരിശിന്റെ ചുവട്ടിൽ നിലനിന്ന അമ്മ, ഹൃദയം കുത്തിത്തുളയ്ക്കപ്പെട്ട അമ്മ, മൗനമായ കണ്ണീരിനെ മറ്റാരെക്കാളും നന്നായി മനസ്സിലാക്കുന്ന അമ്മ. ഇന്ന് ഇത് വായിക്കുന്ന ആരെങ്കിലും ഒരു മറഞ്ഞിരിക്കുന്ന വാൾ വഹിക്കുന്നുണ്ടാകാം, ആരും അറിയാത്ത ഒരു രോഗനിർണയം, സാവധാനം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാഹം, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു മകൻ അല്ലെങ്കിൽ മകൾ, രാത്രിയിൽ ഉറക്കം കെടുത്തുന്ന ഒരു ഭാരം, പുഞ്ചിരിക്കു പിന്നിൽ ഒളിപ്പിച്ച ഏകാന്തത, വർഷങ്ങൾ കഴിഞ്ഞിട്ടും വേദനിപ്പിക്കുന്ന ഒരു ദുഃഖം. അതാണ് നിങ്ങളുടെ കഥയെങ്കിൽ കുരിശിന്റെ ചുവട്ടിലേക്ക് നോക്കുക. നിങ്ങൾ അവിടെ തനിച്ചല്ല, മറിയം അവിടെ ഇതിനകമുണ്ട്. ഓരോ മുറിവേറ്റ ഹൃദയത്തോടും അവൾ മന്ത്രിക്കുന്നു, എന്റെ കുഞ്ഞേ, ഈ വഴി എനിക്കറിയാം. ഞാൻ എന്റെ പുത്രനോടൊപ്പം അത് നടന്നിട്ടുണ്ട്. എന്നോടൊപ്പം നടക്കൂ. ഞാൻ നിന്നെ അവന്റെ അടുത്തേക്ക് നയിക്കും. ഇന്നത്തെ ഒന്നാം വായന മറ്റൊരു മനോഹര പാഠം നൽകുന്നു. ക്രിസ്തുവിൽ നാം ഒരു ശരീരമാണെന്ന് വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു അവയവം കഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരുമിച്ച് കഷ്ടപ്പെടുന്നു. പൗലോസ് ഇത് എഴുതുന്നതിനു മുമ്പേ മറിയം ഇത് മനസ്സിലാക്കിയിരുന്നു. യേശുവിന്റെ കഷ്ടപ്പാട് അവന്റെ അമ്മയുടെ കഷ്ടപ്പാടായി മാറി. ഇപ്പോൾ ക്രിസ്തു തന്റെ സഭയോട് അതേ രഹസ്യം ജീവിക്കാൻ ആവശ്യപ്പെടുന്നു. നമ്മുടെ ഇടവകയിൽ ആരെങ്കിലും കഷ്ടപ്പെടുമ്പോൾ നാം കഷ്ടപ്പെടുന്നു. ഒരു കുടുംബത്തിന് പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോൾ നാം കഷ്ടപ്പെടുന്നു. ഒരു അയൽക്കാരൻ ഭാരിച്ച ഭാരം വഹിക്കുമ്പോൾ നാം കഷ്ടപ്പെടുന്നു. കാരണം നാം ഒരു ശരീരമാണ്. ലോകം മറ്റൊന്ന് പഠിപ്പിക്കുന്നു. ബന്ധങ്ങൾ ബുദ്ധിമുട്ടാകുമ്പോൾ വിട്ടുപോകുക, ആളുകൾ നിരാശപ്പെടുത്തുമ്പോൾ വിട്ടുപോകുക, ആരെങ്കിലും രോഗിയാകുമ്പോൾ അകലം പാലിക്കുക, ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ചെലവേറിയതാകുമ്പോൾ മൗനം പാലിക്കുക. മറിയം മറ്റൊരു വഴി പഠിപ്പിക്കുന്നു: നിലനിൽക്കുക. രോഗികളോടൊപ്പം നിലനിൽക്കുക. വൃദ്ധരോടൊപ്പം നിലനിൽക്കുക. ദുഃഖിതരോടും ഏകാന്തരോടും വിസ്മരിക്കപ്പെട്ടവരോടും കൂടെ നിലനിൽക്കുക, മറ്റാരും ഇല്ലാത്തവരോടൊപ്പം. ചിലപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ വാക്കുകളേക്കാൾ വലിയ പ്രഭാഷണമാണ്. വിശപ്പല്ല, ആവശ്യമില്ലാത്തതും സ്നേഹിക്കപ്പെടാത്തതുമായ തോന്നലാണ് ഏറ്റവും വലിയ ദാരിദ്ര്യമെന്ന് വിശുദ്ധ കൽക്കട്ടയിലെ തെരേസ ഒരിക്കൽ പറഞ്ഞു. ആ ദാരിദ്ര്യത്തിന് മറിയം മറുപടി നൽകുന്നത് പ്രസംഗങ്ങളാലല്ല, തന്റെ സാന്നിധ്യത്താലാണ്. സഭ അവളെ ദീർഘകാലമായി സ്റ്റബാത്ത് മാറ്റർ, നിന്ന അമ്മ എന്ന് വിളിച്ചിട്ടുണ്ട്. സ്നേഹം നിന്നതുകൊണ്ട് അവൾ നിന്നു. സ്നേഹം നിലനിന്നതുകൊണ്ട് അവൾ നിലനിന്നു. ഒരുപക്ഷേ ഇന്ന് കർത്താവ് നമ്മോട് ഓരോരുത്തരോടും ഒരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. വേദനയെ നിനക്ക് വിശദീകരിക്കാൻ കഴിയുമോ എന്നല്ല, എല്ലാ പ്രശ്നങ്ങളും നിനക്ക് പരിഹരിക്കാൻ കഴിയുമോ എന്നല്ല, ഇത് മാത്രം. നിങ്ങൾ നിലനിൽക്കുമോ? പ്രാർത്ഥന വരണ്ടതാകുമ്പോൾ നിങ്ങൾ വിശ്വസ്തരായി തുടരുമോ? വിവാഹം ബുദ്ധിമുട്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയോടൊപ്പം നിലനിൽക്കുമോ? നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് നിങ്ങളെ ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവരോടൊപ്പം നിലനിൽക്കുമോ? വിഷാദത്തോട് പോരാടുന്ന ഒരു സുഹൃത്തിന്റെ അരികിൽ നിലനിൽക്കുമോ? ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് വിലനിൽക്കേണ്ടി വരുമ്പോൾ അവനോട് വിശ്വസ്തരായി തുടരുമോ? കാരണം യേശു നമുക്കുവേണ്ടി ചെയ്ത് കൃത്യമായി ഇതാണ്. അവൻ കുരിശിൽ നിലനിന്നു. അവൻ താഴെയിറങ്ങാമായിരുന്നു. അവൻ നിലനിൽക്കാൻ തിരഞ്ഞെടുത്തു. സ്നേഹം അവനെ അവിടെ പിടിച്ചു നിർത്തി. ആ കുരിശിന്റെ ചുവട്ടിൽ അവന്റെ അമ്മ നിന്നു. സ്നേഹം അവളെ അവിടെ നിർത്തി. വർഷങ്ങൾക്കു മുമ്പ് ദുഃഖിതരുടെ അരികിൽ നിൽക്കാൻ, അതിന് വലിയ വ്യക്തിഗത വില നൽകേണ്ടി വന്നാലും തിരഞ്ഞെടുത്തതുകൊണ്ട് ഞാൻ ആ വൈദികനെ ബഹുമാനിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ കഥ ഓർക്കുമ്പോഴെല്ലാം ഞാൻ അതിലും മഹത്തായ ഒരാളെ കാണുന്നു. മറ്റൊരു കുരിശിന്റെ ചുവട്ടിൽ നിശബ്ദമായി നിൽക്കുന്ന ഒരമ്മ, പോകാൻ വിസമ്മതിക്കുന്ന, ഉപേക്ഷിക്കാൻ വിസമ്മതിക്കുന്ന, സ്നേഹിക്കുന്നത് നിർത്താൻ വിസമ്മതിക്കുന്ന ഒരമ്മ. വരാനിരിക്കുന്ന വർഷങ്ങളിൽ നാം പ്രസംഗിക്കുന്ന ഓരോ പ്രസംഗവും നൽകുന്ന ഓരോ ഉപദേശവും ആളുകൾ ഓർത്തിരിക്കണമെന്നില്ല, എന്നാൽ നാം നിലനിന്നോ ഇല്ലയോ എന്ന് അവർ തീർച്ചയായും ഓർക്കും. ജീവിതം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ നാം അവരുടെ അരികിൽ നിന്നോ ഇല്ലയോ? ക്രിസ്തുവിനെപ്പോലെ നാം സ്നേഹിച്ചോ ഇല്ലയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ലോകം പറയുന്നു നിന്നെത്തന്നെ സംരക്ഷിക്കുക, യേശു പറയുന്നു നിന്നെത്തന്നെ നൽകുക. ലോകം പറയുന്നു വിട്ടുപോകുക, മറിയം പറയുന്നു നിലനിൽക്കുക. ലോകം പറയുന്നു കുരിശ് ഒഴിവാക്കുക, സുവിശേഷം പറയുന്നു അതിന്റെ ചുവട്ടിൽ നിൽക്കുക. സ്നേഹം കുരിശിൽ നിന്ന് ഓടിപ്പോകുന്നില്ല, സ്നേഹം അതിന്റെ ചുവട്ടിൽ നിൽക്കുന്നു. സ്നേഹം നിലനിൽക്കുന്നു. ഹൃദയം കുത്തിത്തുളയ്ക്കപ്പെട്ടെങ്കിലും വിശ്വാസം ഒരിക്കലും പരാജയപ്പെടാത്ത നമ്മുടെ ദുഃഖങ്ങളുടെ മാതാവ്, ക്രിസ്തുവിനോടൊപ്പം നിൽക്കാനുള്ള ധൈര്യവും കഷ്ടപ്പെടുന്നവരോടൊപ്പം നിൽക്കാനുള്ള അനുകമ്പയും, എല്ലാ കുരിശുകളും ഉയിർത്തെഴുന്നേൽപ്പിന്റെ സന്തോഷമായി രൂപാന്തരപ്പെടുന്ന ദിവസം വരെ വിശ്വസ്തരായി തുടരാനുള്ള സ്ഥിരോത്സാഹവും നമുക്കായി നേടിത്തരട്ടെ. ആമേൻ.